നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാൻ പോകുന്നത്. ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച്, സിറ്റുവേഷനെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. ആൻഡ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആവുമോ എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യങ്ങൾ അധികം അടുപ്പം കാണിക്കുന്നില്ല, അധികം സംസാരിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് അടുത്ത ഒരു 1 വീക്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഈ കാർഡ്സ് കാണിക്കുന്നത് നോക്കാം. നെക്സ്റ്റ് 1 വീക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താവും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ടാരോ എടുത്തിട്ടില്ല, ജസ്റ്റ് നമുക്ക് മെസ്സേജസ് മാത്രമായിട്ട് നോക്കാം. സോറി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് 1 വീക്കിൽ നമുക്ക് കുറച്ചുകൂടി അടുപ്പം ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടോ നോക്കാം. 1 വീക്ക്. ഓക്കെ, ബൊക്കെ തന്നെ ഉണ്ട് ഫസ്റ്റ് തന്നെ. വെരി നൈസ്. ബെയർ. ഓക്കെ, ബ്യൂട്ടിഫുൾ. ട്രീ. മൗണ്ടൻ ഉണ്ട്. ഓക്കെ, ക്രോസ് ആൻഡ് ആങ്കർ. വാവ്, ശരിക്കും ലൈക്ക് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന് വളരെ എക്സാക്റ്റായിട്ടൊരു ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, ആദ്യം തന്നെ പറയാം. ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേർഡൻ എന്ന രീതിക്ക് എടുക്കാം, ഒരു ഭാരമായിട്ട്. ഓക്കെ, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഭാരം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ എന്ന രീതിക്ക് എടുക്കാം. ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രൈസ്റ്റിൻ്റെ ക്രോസായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ക്രൈസ്റ്റ് താങ്ങിയ ഭാരം എന്നല്ലേ, അങ്ങനെ ആ രീതിക്ക്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, എല്ലാം ശരിയാണ്. ഓക്കെ, പക്ഷേ ഇവിടെ മേ ബി ഇത് ക്രോസ് റോഡ് എന്നും നമുക്ക് എടുക്കാം. അതായത് ഇത് ആക്ച്വലി അതല്ല, എന്നാലും എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. സോ ഇവിടെ ക്രോസ് റോഡ് എന്ന് പറയുമ്പോൾ അതായത് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കൺഫ്യൂഷൻ പോലെ, ഏത് വഴി ചൂസ് ചെയ്യണം എന്ന രീതിക്ക് കൂടി. ഓക്കെ, സോ ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ ഇടയിലുള്ള പ്രോബ്ലംസ് ഉണ്ട്, എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, വി നോ. ഓക്കെ, ബട്ട് ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ബൊക്കെ, ബെയർ. ഓക്കെ, ഓരോന്നായിട്ട് പറയാം അല്ലേ. ബൊക്കെ എന്ന് പറയുമ്പോൾ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഒരു മെസ്സേജുമായിട്ട് വരാനുള്ള സാധ്യതയാണ്, ഒരു മീറ്റിങ്ങിന് പോസിബിലിറ്റിയാണ്, നിങ്ങൾക്കൊരു ഗിഫ്റ്റുമായിട്ട് വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പേഴ്സൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അവർ നിങ്ങളോട് ഒരു സ്നേഹത്തിൻ്റെ ഓഫറുമായിട്ട് വരിക എന്ന രീതിക്കൊക്കെയാണ്. സോ ബൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു സ്നേഹം, വീണ്ടും നിങ്ങൾ എന്താ പറയുക, ബ്ലൂമിങ് ലവ് എന്നൊക്കെ വിളിക്കാം അല്ലേ. സോ അങ്ങനെ ഒരു മൊമെൻറ്റ് നിങ്ങൾ എൻജോയ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ. പേഴ്സൺ നിങ്ങളോട് സംസാരിക്കും, അല്ലെങ്കിൽ അവരും കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറാനൊക്കെ സാധ്യതയുണ്ട്. ആൻഡ് ഇവിടെ ബെയർ ഉണ്ട്. ബെയർ എന്ന് പറയുമ്പോൾ വളരെ പ്രൊട്ടക്റ്റീവാണ്, നമ്മൾ പറയാം. ബെയർ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം നിങ്ങളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, പ്രൊട്ടക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. മേ ബി അവരെ വീട്ടുകാരെ എതിർക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ സപ്പോസ് തേർഡ് പാർട്ടിയാണ്, ഫാമിലിയാണ്, എതിർപ്പാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ അവർ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് വേറെ പ്രശ്നങ്ങളൊന്നും വരരുത്, നിങ്ങളുടെ ഇടയിൽ ഒന്നും ഇഷ്യൂ ഒന്നും ഉണ്ടാവരുത്, വേറെ ആരും നിങ്ങളെ അറ്റാക്ക് ചെയ്യരുത്, മേ ബി നിങ്ങളെ ആരും ഒന്നും പറയരുത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. സോ പേഴ്സൺ നിങ്ങളെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിക്കും എനിക്ക് തോന്നുന്നുണ്ട്, കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ട്രീ ഉണ്ട്. സോ ട്രീ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഗെയിൻ നമുക്ക് പറയേണ്ട ആവശ്യമുണ്ട്, മരം പോലെ അത്രയും പടർന്ന് പന്തലിച്ചൊരു വലിയ മരമായിട്ട് നിങ്ങളുടെ തമ്മിലുള്ള സ്നേഹം അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു കണക്ഷനായിട്ട് മാറാൻ. ആൻഡ് ഇവിടെ നമുക്കിതൊരു ശരിക്കും ഒരു മരം വെച്ചാൽ എങ്ങനെയാണ്, ലൈക്ക് അത് കുറേ ജനറേഷൻസോളം നിലനിൽക്കും അല്ലേ. സോ അതുപോലെ അത്രയും സ്ട്രോങ് ആയ ഒരു ബന്ധം ആണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ്. സോ ഇതൊക്കെ ഡെവലപ്പായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഈ ക്രോസ് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ പറഞ്ഞ പോലെ എല്ലാം മുന്നോട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകുമെന്നാണ് കാണുന്നത്. ആൻഡ് ഇവിടെ ആങ്കറും ഉണ്ട്. ആങ്കർ എന്ന് പറഞ്ഞാലും നമ്മൾ പറയില്ലേ, നങ്കൂരമിട്ട് ഉറപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ അല്ലേ. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ശരിക്കും നിങ്ങളുമായിട്ടൊരു കമ്മിറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ബന്ധത്തിനെ വളരെ സ്റ്റേബിളായിട്ട് വെക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. ആൻഡ് ഇവിടെ വിപ്പും കൂടി ഉണ്ടായിരുന്നു. വിപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഇതാണ് എന്താ പറയുക, നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വിടുക, എല്ലാം എന്താ പറയുക, നമുക്ക് നല്ലതല്ലാത്തതൊക്കെ ക്ലീൻ ചെയ്ത് ഇതാക്കി കളയുക പറയും. ഓക്കെ, അങ്ങനെയാണ്. സോ അങ്ങനെ ഒരു എനർജിയാണ് കിട്ടുന്നത്. എന്തായാലും ഇവിടെ ഒരു ബെറ്റർമെൻറ്റിൻ്റെ ആണ് കാണുന്നത്. നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുള്ളതെല്ലാം സോൾവ് ആയിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഈ ഒരു 1 വീക്കിലാണ് നമ്മൾ പറയുന്നത്. സോ 1 വീക്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് അറ്റ്ലീസ്റ്റ് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കുറേ പേർക്കെങ്കിലും നിങ്ങൾക്ക് ഇത് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ റീഡിങ് ക്ലെയിം ചെയ്യാം. ഓക്കെ, പേഴ്സൺ നല്ല രീതിക്ക് നിങ്ങളോട് പെരുമാറാനും സംസാരിക്കാനും കെയർ കാണാനും ഒക്കെ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഐ എം സോറി വന്നു ഇവിടെ കുറേ തിരിഞ്ഞുണ്ടോ.
അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടുണ്ട്. സോറി, നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. ഞാൻ പോസ് ചെയ്യാൻ നിന്നാൽ ഇപ്പോൾ ശരിയാവില്ല. ഓക്കെ, ഐ തിങ്ക് ഓക്കെ. ഇതിൽ നിന്നുള്ള മെസ്സേജസ് കൂടി നോക്കാം. ഈ ഡെക്കുന്ന നിങ്ങൾക്ക് മെസ്സേജ് എന്താ വരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്? നെക്സ്റ്റ് ഒരു 1 വീക്കിലേക്ക്, അടുത്ത ആഴ്ച നിങ്ങൾക്ക് സീക്ക് പ്രൊഫഷണൽ അഡ്വൈസ് എന്ന് കാണുന്നുണ്ട്. ആൻഡ് യു മാറ്റർ, ഇതും കൂടി എടുത്തേക്കാം. യു ആർ സോ ബ്യൂട്ടിഫുൾ, വൈ ഡു യു നീഡ് മീ, ഐ ആം കമ്മിങ്, ട്രസ്റ്റ്, ഐ ആം ഇൻ സോ മച്ച് പെയിൻ. ഓക്കെ, സോ ഇവിടെ പേഴ്സൺ നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ആ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അവർക്കും ആ ഒരു വിഷമവും ടെൻഷനും എല്ലാം ഉണ്ട്. നിങ്ങളെ വിട്ട് നിൽക്കുമ്പോൾ അവർ അത്ര സന്തോഷത്തിൽ നിൽക്കുകയാണെന്നൊന്നും നിങ്ങൾ ഒരിക്കലും കരുതണ്ട. അവർക്കും ഐ മീൻ സോ മച്ച് പെയിൻ എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങളോടുള്ള സെപ്പറേഷൻ അവർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ കാര്യങ്ങളോ അവർക്ക് വേറെ ഉണ്ടാവാം. ഓക്കെ, ഇനി ഇവിടെ സീക്ക് പ്രൊഫഷണൽ അഡ്വൈസ് പറയുന്നത് നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ നിങ്ങളൊരു പ്രോപ്പറായിട്ട് അഡ്വൈസ് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു ആരോടെങ്കിലുമൊക്കെ അഡ്വൈസ് ചോദിക്കുന്നുണ്ടാവാം. പ്രൊഫഷണൽ ആവണമെന്നില്ല, ആരോടെങ്കിലും ചിലപ്പോൾ സംസാരിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഈ ബന്ധത്തിൽ ഒന്ന് സ്മൂത്തായിട്ട് പോകാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നം വരുന്നു, ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അല്ലാത്തവർക്ക് നിങ്ങളോട് പറയുന്ന 2 പേർക്കും മേ ബി നിങ്ങളൊരു കൗൺസിലിംഗ് പോലെ, സപ്പോസ് നിങ്ങൾ മാരീഡൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു കൗൺസിലിംഗ് ഒക്കെ പോകാനൊക്കെ ശ്രമിക്കുക. മാരീഡ് ആവണം നിർബന്ധമില്ല, റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു കൗൺസിലിങ്ങോ അങ്ങനെയൊക്കെ എടുക്കാൻ നല്ലതായിരിക്കും. ആൻഡ് ഇവിടെ യു മാറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യു മാറ്റർ, അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും കരുതരുത് ദാറ്റ് അവർ നിങ്ങളെ അവർക്ക് നിങ്ങളെ വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊന്നും ഒരിക്കലും കരുതരുത്. ആൻഡ് ഇവിടെ യു ആർ സോ ബ്യൂട്ടിഫുൾ, വൈ ഡു യു നീഡ് മീ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരെ ആവശ്യമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, സോ എവിടെ അവർക്കൊരു മനസ്സിലൊരു ചെറിയ പേടിയുണ്ട് ദാറ്റ് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളെ വേറെ ആരെങ്കിലും ഒക്കെ വന്നാൽ നിങ്ങൾ അവരെ വിട്ടു പോയാലോ എന്ന് അവരും ചിന്തിക്കുന്നുണ്ട്. ഐ ആം കമ്മിങ്, ട്രസ്റ്റ് എന്ന് പറയുന്നത് അവരെവിടെയും പോകുന്നില്ല. ഏസ് ഓഫ് വൺസ് ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളെ വേണം ആൻഡ് അവർ തീർച്ചയായിട്ടും നിങ്ങളെ അടുത്ത് തിരിച്ച് വരും എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ടായിരുന്നു. സോ യെസ്, അവർ ഒരു ഓഫറുമായിട്ട്, അല്ലെങ്കിൽ ഒരു സോറി പറഞ്ഞ് വരിക, ഒരു ഓഫറുമായിട്ട് വരിക, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വീണ്ടും ബെറ്റർ ആക്കാൻ, കമ്മിറ്റ്മെൻറ്റ് പോലെ ഒക്കെ വരുന്നുണ്ട് എന്നാണ്. ഇത് 1 വീക്കിൻ്റെ എനർജിയാണ് നമ്മൾ പറയുന്നത്. വേറെ എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടോ നോക്കാം കുറച്ചുകൂടി. വേർഡ്സ് ടു ഹേർട്ട്, ഓക്കെ, അതിനായിരിക്കും. ഓക്കെ, I don't want to lose you, I want you to choose, I need time for me. One last, oh sorry, you hurt me but that's okay, I guess I am addicted to you, I need more time. Oh, I need time for me, I need more time. Okay, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു സംസാരം വരില്ലേ, നമ്മൾ ചില സമയത്ത് ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്ന വാക്കുകളുണ്ടല്ലോ, പറഞ്ഞു പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളത് രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടാവും. നിങ്ങൾ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, അവരായാലും. ഓക്കെ, ചില വേർഡ്സ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഒരു പരസ്പരം ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞതും അവർക്കും ഹേർട്ടായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. മേ ബി ഇത് രണ്ടും തമ്മിലൊരു കാർഡ്സ് കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. സോ മേ ബി നിങ്ങൾ സംസാരങ്ങൾ അങ്ങനെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ദേഷ്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മേ ബി ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ അവിടെ ഒരു നമ്മൾ പറയില്ലേ കോംപ്രമൈസ് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഐ ഡോണ്ട് വോണ്ട് ടു ലൂസ് യു, അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ ഒട്ടും ആഗ്രഹമില്ല. ഞാനതാ പറഞ്ഞാൽ അവർക്ക് വേണം, തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം. ഐ വോണ്ട് യു ടു ചൂസ് എന്ന് പറയുന്നുണ്ട്, നിങ്ങളോട് പറയുന്നുണ്ട് ചൂസ് ചെയ്യാൻ. ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞത് യു ആർ സോ ബ്യൂട്ടിഫുൾ, വൈ ഡു യു നീഡ് മീ. ഓക്കെ, മേ ബി അവർക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടെന്ന്. ഓക്കെ, മേ ബി നിങ്ങളോട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ എന്തെങ്കിലും അവർക്കൊരു ഡൗട്ട് അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ടാവും അതായിട്ട് നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഇമ്പോർട്ടൻ്റ് ഉണ്ടോ എന്ന്. സോ ഐ വോണ്ട് യു ടു ചൂസ് എന്ന് പറയുന്നുണ്ട്. മേ ബി ഐ ഡോണ്ട് നോ, നിങ്ങളുടെ ലൈഫിൽ വേറെ പേഴ്സൺ ഉണ്ടാവാം. സോ അവർ പറയുന്നത് ചൂസ് യു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഐ നീഡ് ടൈം ഫോർ മീ എന്നുണ്ട്, ഐ നീഡ് മോർ ടൈം ഉണ്ട്, രണ്ടും ഉണ്ട്. സോ ഇവിടെ രണ്ടും പറയുന്ന ഒരേ കാര്യമാണ്, ദാറ്റ് അവർക്ക് കുറച്ചുകൂടി സമയം വേണം, കാര്യങ്ങളെ ഒന്ന് ബെറ്റർ ആക്കാനും കാര്യങ്ങളെ ഒന്ന് ശരിയാക്കാനും കുറച്ചുകൂടി സമയം വേണം എന്നാണ് പറയുന്നത്.
ഓക്കെ, ആൻഡ് യു ഹേർട്ട് മീ ബട്ട് ദാറ്റ്സ് ഓക്കെ ഐ ഗസ്. അഗെയിൻ ഇവിടെ സെയിം തിങ്, വേർഡ്സ് ഡു ഹേർട്ട് ആൻഡ് യു ഹേർട്ട് മീ എന്ന് പറയുന്നുണ്ട്. സോ എവിടെയോ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആർഗ്യുമെൻറ്റിൽ നിങ്ങൾ അവരിങ്ങോട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ച് പറഞ്ഞതായിരിക്കും, ഇല്ല എന്നല്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ അവർക്ക് ഹേർട്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് ഓക്കെ, സാരമില്ല, അതൊക്കെ ഉണ്ടാവും. ഐ എം അഡിക്റ്റഡ് ടു യു എന്നും പറയുന്നുണ്ട്. സോ യെസ്, അവർക്ക് നിങ്ങളോട് ശരിക്കും ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ട്, അറ്റാച്ച്മെൻ്റ് ഉണ്ട്, നിങ്ങളോട് ഒരു അഡിക്ഷൻ തന്നെ തോന്നുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ ഒരിക്കലും വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. എത്ര ദേഷ്യം വന്നാലും ശരി, എന്തൊക്കെ ആയാലും ശരി, ഓക്കെ, അങ്ങനെ വിട്ടുകളയാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചിലപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ആക്ഷൻസിൻ്റെയാണ് ഡിഫറൻസ് വരിക. ബട്ട് എനിവേ ഇവിടെ നമ്മളിപ്പോൾ 1 വീക്കിൻ്റെ നോക്കുമ്പോൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കോൺവെർസേഷൻ വരാൻ ചാൻസസ് ഉണ്ട്. സോ അപ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. വീണ്ടും പഴയതിനെക്കുറിച്ച് പറഞ്ഞ് ഒരു ആർഗ്യുമെൻ്റൊക്കെ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഓക്കെ, എന്ന് വെച്ചാൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടോണ്ട് സഹിച്ചുകൊണ്ട് നിൽക്കണം എന്നൊന്നുമല്ല. എന്നാലും അവിടെ രമ്യതയിൽ കാര്യങ്ങളെ പറഞ്ഞ് ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, സോ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു മെസ്സേജൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻ്റ് ഒന്നും നിൽക്കണ്ട. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാനും മടിക്കരുത്. ഓക്കെ, ഇതൊരു കോംപ്രമൈസിൽ നിങ്ങൾ പറ്റിയാൽ ശ്രമിച്ചു നോക്കൂ. ഓക്കെ, പേഴ്സൺ സംസാരിച്ച് വരുമ്പോൾ ഒന്ന് വരും എന്നാണ് കാണുന്നത്. സോ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ അറ്റ്ലീസ്റ്റ് അവരുടെ ഭാഗത്ത് നമുക്കൊരു കുറച്ച് ചേഞ്ചസ് കാണാം. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.